ഈ സെയിം വർക്ക് തന്നെയാണ് ഈ കുട്ടി ഇട്ടിരിക്കുന്നത്. ഓൾ ടൈം എല്ലാ പെണ്ണുങ്ങളുടെ ഒരു ഫേവറേറ്റ് കളക്ഷൻ ആണ്. പിക്ക് ചെയ്യാം, ഇതിൽ നിന്ന് ഒരു പിക്ക് ചെയ്യാം, പിക്ക് ആൻഡ് ചൂസ് എന്നുള്ള ഓപ്ഷൻ. സിംഗിൾ കുർത്തിയുടെ കാര്യം പറഞ്ഞത് 75 രൂപയുള്ളൂന്ന്. 1 മന്തിന്റെ ഉള്ളിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സാധാരണ ഈ എറണാകുളം മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ സൺഡേ ദിവസങ്ങളൊന്നും ഓപ്പൺ ആവാറില്ല. പക്ഷെ ഇവിടെ അംബികാസ് ടെക്സ്റ്റൈൽ എന്ന് പറയണത് ഫുൾ ടൈം ഓപ്പൺ. 5XL വരെ പാൻറ്റോ അതും കിട്ടൂട്ടാ. ഇത് അടിപൊളി സോഫ്റ്റ് കോട്ടണിൽ വരുന്നതാണ് കേട്ടോ. കണ്ട ഹെവി വർക്കാണ്, റേറ്റ് കുറവാണ്. കിടന്ന് പാരി പറക്കാണ് ഇങ്ങനെ ദുപ്പട്ടാസ്. ഈ കളേഴ്സോ ഇതിൻ്റെ എല്ലാം സൈസസോ എടുക്കണം എന്ന് ഒരു നിർബന്ധമില്ല. പിന്നെ നോർമൽ കുർത്തിക്കൊക്കെ ആണെങ്കിലോ 189 തൊട്ടുണ്ട്. ഇനി നിങ്ങൾ 5XL 6XL പറയുകയാണെങ്കിൽ അതുവരെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ സ്ലീവ് നോക്കിയടാ, നല്ല ഭംഗിൻ്റെ അല്ലേ. ഹെവി വർക്കാണ്. ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് സ്ഥിരം വരുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ബ്രോഡ്വേയിലാണല്ലോ കൂടുതൽ നമുക്ക് കടകളൊക്കെ കാണാൻ പറ്റുക. അപ്പോൾ ഈ ഒരു കടയിൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമുക്ക് സിംഗിൾ പീസായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ബ്രോഡ്വേയിൽ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഇതൊരു മൂല, ഒരു കോർണർ, ഒരു റൗണ്ട്. പക്ഷേ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിലേ ഈ കാണുന്നത് ബ്രോഡ്വേ പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഈ ബസ് സ്റ്റോപ്പൊക്കെ ഇറങ്ങുകയാണെങ്കിലേ അവിടെ ഇറങ്ങിയാൽ മതി. അവിടെ മേനക ബസ് സ്റ്റോപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ബ്രോഡ്വേ, അവിടെ പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡ് വഴിക്ക് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ തിരിയണ ആ സമയത്ത് നമുക്ക് ഈ ഒരു മൂലയിൽ കാണുന്ന ഈ ഒരു അംബിക ടെക്സ്റ്റൈൽസ്. യെസ്, അംബിക ടെക്സ്റ്റൈൽ പുറമെ കാണുമ്പോൾ ഈ ഒരു ചെറുതാണ്, പക്ഷെ 3 ഫ്ലോർ നിറച്ച കളക്ഷനാണ് ആ ഒരു വലിപ്പം കണ്ട ബിൽഡിങ്ങിൽ. അപ്പോൾ ആക്ച്വലി 3 അല്ല 4 ഫ്ലോർ ഉണ്ട്. ഒരു ഫ്ലോർ ഇവരുടെ ഗോഡൗൺ ആണ് കേട്ടോ. ബാക്കി 3 ഫ്ലോർ നമുക്ക് വേണ്ടി കളക്ഷൻസ് ഇങ്ങനെ ഒരുക്കി വെച്ചേക്കാണ്. അതും ഫുൾ എത്നിക് വെയർ കളക്ഷൻസ്. അതിൽ കുർത്തീസ്, 2 പീസ്, 3 പീസ്, കോട്ട് സെറ്റ്, പാൻറ്റ്, ദുപ്പട്ടാസ്, അങ്ങനെ എല്ലാതും അവൈലബിൾ. പിന്നെ ഈ ഒരു കടയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു സിംഗിൾ പീസായിട്ടും അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അകത്ത് ചെന്ന് പറയാം. എന്തായാലും നമുക്ക് കയറി നോക്കിയാലോ. അംബിക ടെക്സ്റ്റൈൽസ് വരൂ. ഇഷ്ടം പോലെ വെറൈറ്റി. ഇത് ഞാൻ ഇട്ട ടൈപ്പ് അല്ലേ, കളർ ചേഞ്ച് ആണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ റെഡ് ആൻഡ് യെല്ലോ, ഇതിപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷൻ. അപ്പോൾ ഇതിന് കളേഴ്സും ഉണ്ടാവും, അതുപോലെ തന്നെ സൈസസും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആദ്യത്തെ ഒരു കടയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ഒരു കടയിൽ വരുന്നത്. എന്തായാലും ഇവിടെ മൊത്തത്തിൽ ഓവറോൾ നോക്കുമ്പോൾ നല്ല കളക്ഷൻസ് ഒക്കെ ആയിട്ട് അത് കാണാം നമുക്ക്. എന്താണ്, സുഖമാണോ? ഞാൻ ഈ ഒരു മൈക്കൊന്ന് വെച്ചോട്ടെ. അടിപൊളി. എന്താണ്, സുഖമാണ്? സുഖം. എൻ്റെ പൊന്നെ, മാച്ചിങ് ലിപ്സ്റ്റിക്ക് അതൊക്കെ എവിടെ നിന്ന് കിട്ടണം ഇങ്ങനെ കറക്റ്റായിട്ട്? എനിക്ക് ആകെ ഒരു മറൂണും പിങ്കും ഈ റെഡുള്ളൂ. ഇതൊക്കെ എവിടെ നിന്നാണ് മേടിക്കുന്നതാ? ഷോപ്പിന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കില്ല. ഇവിടെ തുണി നോക്കാൻ വന്നതിനാൽ തുണി മാത്രം നോക്കിയാൽ മതി. ശരി, ഓക്കെ. അതൊക്കെ ഇവിടെ. എന്താണ് പേര്? വെൽക്കം. ജിതിന. നല്ല അടിപൊളി കളക്ഷൻസ് നമുക്ക് ഈ പ്രാവശ്യം കാണിച്ചു കൊടുക്കണം. എന്തായാലും നല്ല വെറൈറ്റി വരെ. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന പോലത്തെ നല്ല പാർട്ടി വെയർ കളക്ഷൻസ് ഒക്കെ ഈ ഒരു ഫ്ലോറിലാണോ മുകളിലത്തെ ഫ്ലോറിലാണോ? മുകളിലത്തെ ഫ്ലോറിൽ. അപ്പോൾ ഈ ഒരു ഫ്ലോറിൽ നമുക്ക് എന്താ ഐറ്റംസ് കിട്ടും? 2 പീസ്, ഗൗണ്, ടോപ്പ്, അങ്ങനത്തെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അങ്ങനെ എന്ന് വെച്ചാൽ ഡെയിലി വെയർ, ഓഫീസ് വെയർസിനുണ്ട്, ഫാൻസി കോട്ട് സെറ്റ് ഉണ്ട്. ഓക്കെ. സാധാരണ റേറ്റ് ചോദിക്കാൻ പാടില്ല, എന്നാലും ഞാനൊരു സ്റ്റാർട്ടിംഗ് റേറ്റ് ഒന്ന് ചോദിച്ചോട്ടൊക്കെ പറഞ്ഞു തരുമോ? സ്റ്റാർട്ടിംഗ് റേറ്റ് കോട്ട് സെറ്റ് തുടങ്ങുന്നത് 395. പിന്നെ നോർമൽ കുർത്തിക്കൊക്കെ ആണെങ്കിലോ 189 തൊട്ടുണ്ട്. 189 തൊട്ട് കുർത്തീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാത്ത ഞാൻ ഇവിടെ 75-ൻ്റെ ഒക്കെ കണ്ടു. അത് കാണുകയാണെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചു തരുന്നതായിരിക്കും. എന്തിച്ചിരിക്കണം, ഓരോന്നെടുത്ത് കാണിച്ചു നമ്മളെ. ഇത് ഈ സെയിം ഇട്ടിരിക്കുന്ന പോലത്തെ ചിക്കൻ കറിയിലാണ്. 2 പീസിൻ്റെ കളക്ഷനാണ് കേട്ടോ ഇത് വരുന്നത്. റയോൺ മെറ്റീരിയൽ. ഭയ്യ ഇങ്ങോട്ട് വന്നേ. ഭയ്യക്ക് മലയാളം അറിയോ? കൊഞ്ചും ഇങ്ങോട്ട് വാ. കുറച്ചെന്ന് സാധാരണ ഹിന്ദിക്കാർ പറയണത്. തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ കൊഞ്ചാവും. അല്ല, നാം നവാസിസ്. അച്ഛാ, നമുക്ക് अच्छा കളക്ഷൻ ദിക്കാം. മലയാളം അറിയില്ലേ? ഞാൻ എന്തിനാ കഷ്ടപ്പെടണ ഹിന്ദി പറഞ്ഞിട്ട്? ഒന്ന് നല്ല കളക്ഷൻസ്, വെറൈറ്റീസ് ഒക്കെ കാണിച്ചത്. ഇതേതാ? റയോണില് കോട്ട് സെറ്റ്. ഇത് 2 പീസിന്റെ കളക്ഷൻ. ഇതിന്റെ പാന്റ് ഇതിലെ കാണിക്കുമ്പോൾ നമുക്ക് എങ്ങനെ മോളെ കളേഴ്സ് ഒക്കെ ഉണ്ടാവോ? കളേഴ്സ് ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇത് അതിന്റെ കളേഴ്സ് ആണോ ഈ കാണുന്നത്? ഇത് ഫുൾ അതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ആണ്. പക്ഷേ ഈ കളേഴ്സോ ഇതിന്റെ എല്ലാം സൈസസോ എടുക്കണം എന്ന് ഒരു നിർബന്ധമില്ല. അതാണ് ഈ ഒരു കടയുടെ പ്രത്യേകത. ഈ കടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വന്നിട്ട് ആവശ്യമുള്ള സിംഗിൾ പീസ് ആയിട്ടാണെങ്കിലും എടുക്കാം. പക്ഷേ അത് മാക്സിമം 15 പീസെങ്കിലും എടുക്കണം. 15 പീസ് എന്ന് വെച്ചാൽ ഒരു 5000 രൂപയ്ക്കെങ്കിലും എടുക്കണം. ഹോൾസെയിലാണ്. പക്ഷേ സാധാരണ ഹോൾസെയിലിൽ എന്താ പറയുക വെച്ചാൽ നമുക്ക് സെറ്റ് ടു സെറ്റ് എടുക്കണം. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ എന്ന് പറഞ്ഞിട്ട് ഒരു കെട്ട് ഒരു സെറ്റായിട്ട് എടുക്കണം. പക്ഷേ ഇവിടെ ഇങ്ങനെയല്ല. നമുക്ക് ഇതിൽ നിന്ന് ഒരു പിക്ക് ചെയ്യാം, പിക്ക് ആൻഡ് ചൂസ് എന്നുള്ള ഓപ്ഷൻ. ഇവിടെ നിന്ന് പറഞ്ഞാൽ പിക്ക് ചെയ്യുക. ഇവിടുന്ന് ഒരു 5000 രൂപ ബില്ലായാൽ മതി. അപ്പോൾ ഒരു 5000 രൂപ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലേ? ശരിയല്ലടാ? ശരിയാ. ഇത് നോക്കിയേ, ഇതിനെ കുറിച്ച് പറഞ്ഞേ.
ഇങ്ങനൊരു മിണ്ടാതെ ആ ഇതും കോഡ് സെറ്റ് തന്നെ 2 പീസിൻ്റെ ആണ്. ഇപ്പം നമുക്ക് ഇതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വേറെ വേറെ ഡിഫറെൻ്റ് ആയിട്ടൊക്കെ കിട്ടും കേട്ടോ. ഇപ്പം ലൈവ് ഏതാണോ അതാണ് ഞാൻ കാണിക്കുന്നത്. ചിലപ്പോൾ നാളെ എന്താ വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് നമ്മുടെ എറണാകുളം ബ്രോഡ്വേ മേനക ബസ് സ്റ്റോപ്പിൽ നിന്ന് അധികം വഴിയില്ല അല്ലേ, ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇങ്ങോട്ട് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ. ഇനി വണ്ടി ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ നമുക്ക് അവിടെ പേ ആൻഡ് പാർക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് തൊട്ടടുത്ത് തന്നെയാണ്, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബസ് വഴിക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് മേനകാണ് കുറച്ചുകൂടി ഈസി ആയിട്ട്. ഇനി ഇതും ഒരു കോഡ് സെറ്റ് തന്നെയാണ് കേട്ടോ. വീനെക്കിൽ വരുന്ന കളക്ഷൻ. ഇതും 2 പീസിലാണ് വരുന്നത്. ഇപ്പം കാണിക്കുന്നത് മൊത്തം 2 പീസിൻ്റെ കോഡ് സെറ്റാണ്. ഇതിൽ കളേഴ്സ് അവൈലബിൾ ആട്ടോ. ഇത് ഹക്കോബേൽ, ഇത് 2 പീസ് തന്നെയാണ് ഹക്കോബേൽ കേട്ടോ. പിന്നെ ഇതൊക്കെ കാണിക്കുന്നത് എങ്ങനെയാണ്, നിങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ ആണോ, എങ്ങനെ മാനുഫാക്ചർ തന്നെ തയ്പ്പിക്കണതാ? ഗുജറാത്തിൽ ഇവിടെ യൂണിറ്റ് ഉണ്ട്, അവിടെ നിന്ന് തന്നെ തയ്പ്പിച്ച് കൊണ്ടുവരുന്നതാ. അപ്പോൾ സൂറത്തിലാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ പ്രൊഡക്ഷൻ നടക്കുക. സൂറത്ത് അല്ലെങ്കിൽ ഉദന എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായാലും ഗുജറാത്തിലാണ് ഇവരുടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റ് കുറവിന് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ മാർജിൻ കൂട്ടിയിട്ടിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുമല്ലോ. ഇത് നോക്കിയേ, ഇതൊക്കെ നല്ല എന്താ പറയുക, ഒക്കെ ഇതും 2 പീസാ. ഇത് 2 പീസ് കേട്ടോ. ഇപ്പം ലൈവ് ഉള്ളത് കുറച്ച് സാമ്പിൾസ്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് കളർ ചേഞ്ച് വേണമെങ്കിൽ കളർ ചേഞ്ച്, നിങ്ങളുടെ സൈസ് വേണമെങ്കിൽ നിങ്ങളുടെ സൈസ്. ഇത് സ്ലീവ്ലെസ്സിലാട്ടോ. സ്ലീവ്ലെസ്സിൽ 2 പീസിൻ്റെ ഒരു ഓപ്ഷനാണ് ഇത് വരുന്നത്. കോഡ് സെറ്റ് പറയുമ്പോൾ എപ്പോഴും ട്രെൻഡാണ്. അത് ട്രെൻഡ് സ്റ്റാർട്ട് ആയപ്പോൾ തൊട്ട് ആ ട്രെൻഡ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക അല്ലേ. കോഡ് സെറ്റ് ഇപ്പോൾ എപ്പോഴും മൂവിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് സ്ലീവിലും ഉണ്ട്, സ്ലീവ്ലെസ്സിലും വരുന്നുണ്ട് അല്ലേ. സ്ലീവ് നമ്മൾ അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. ഇനി സ്ലീവ്ലെസ് ആയിട്ട് ഇടണമെങ്കിൽ ഇടാം. ഇവിടെ എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ മിക്ക ആൾക്കാരുടെ കയ്യിലായിട്ട് സ്ലീവ്ലെസ് കൂടുതൽ കണ്ടിരിക്കണത്. എന്നുവെച്ചാൽ കടകളിലല്ല കേട്ടോ, ഞാൻ പറഞ്ഞ റോട്ടിൽ ഇറങ്ങി നടക്കുമ്പോൾ എല്ലാ പെണ്ണുങ്ങൾ കൂടുതൽ ഈ കോഡ് സെറ്റ് ഇടുന്നതാണ് കണ്ടിരിക്കുന്നത്. ഇനി ഇത് നോക്കിയാൽ, ഇത് നല്ല വലിയ ഫ്ലവറായിട്ട് വരുന്നത്. പിന്നെ ഇപ്പോൾ കാണുന്ന പ്രിൻ്റ് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ വരുമ്പോൾ കാണും. അപ്പോൾ നിങ്ങൾ എക്സൈറ്റ് എപ്പോഴാണ് വരണമെന്ന് വെച്ചാൽ ആ സമയത്ത് ലൈവ് എന്താ കാണുന്നത് അപ്പോൾ അതേ കൈയോടെ ഇങ്ങനെ എടുത്തോ, അവിടെ ബില്ലടിക്കാൻ കൊടുത്തു. പക്ഷേ 5000 രൂപയ്ക്കെങ്കിലും എടുക്കണം, ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ കേട്ടോ. ഇത് 2 പീസ് ആണോ? ഇതിന് പാൻറ് ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് വരാൻ പറ്റാത്തവർക്ക് നമുക്ക് എന്താ ഓപ്ഷനുകൾ? വീഡിയോ കോൾ ചെയ്യാൻ പറ്റും. വീഡിയോ കോൾ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ വീഡിയോ കോളിൽ ഇങ്ങനെ നിങ്ങളിങ്ങനെ തുറന്ന് കളക്ഷൻസ് എത്ര മണി തൊട്ട് എത്ര മണി വരെ സമയം നമുക്ക് ഈ ഷോപ്പ്? നമുക്ക് ഷോപ്പ് തുറക്കണ 8:30 രാവിലെ, 8:30 ക്ലോസ് ചെയ്യും. 12 മണിക്കൂറുണ്ട്. സൺഡേ ഓപ്പൺ ആണോ? സൺഡേ ഓപ്പൺ ആണ്. ഈ സീസൺ അല്ലാത്ത സമയത്ത് ഓപ്പൺ ആണോ? സീസൺ അല്ലാത്ത സമയത്ത് ഓപ്പൺ ആണ്. സീസൺ എപ്പോഴും ഓപ്പൺ ആണ്. സാധാരണ ഈ എറണാകുളം മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ സൺഡേ ദിവസങ്ങളൊന്നും ഓപ്പൺ ആവാറില്ല. പക്ഷെ ഇവിടെ അംബികാസ് ടെക്സ്റ്റൈൽ എന്ന് പറയണത് ഫുൾ ടൈം ഓപ്പൺ ആണ്. അപ്പോൾ ഇത് നോക്കിയേ, ഇത് ഒരു വിചിത്ര ക്രഷ്, സോറി കണ്ടോ, ക്രഷിൽ 2 പീസ് പഠിച്ചു. ഇത് കോഡ് സെറ്റ്. ഇതെന്താ സംഭവം? ഇത് ഇതിൻ്റെ ആയിരുന്നു? നേരത്തെ എൻ്റെ പാൻ്റ് ആയിരുന്നു അത്. ഇത് 2 പീസ് തന്നെ. ഇപ്പോൾ ഈ യോക്കിൽ നമുക്ക് ഈ പാച്ച് വർക്ക് എന്ന് പറഞ്ഞാൽ ബോക്സിൽ കിട്ടും, റൗണ്ടിൽ കിട്ടും, വീലിൽ കിട്ടും, അങ്ങനെ പല ഇതിലും അവൈലബിൾ ആണ് 2 പീസിൻ്റെ. ഇത് പോക്കറ്റ് ഉള്ളതുകൊണ്ട് അതൊക്കെ നിങ്ങൾ വന്ന് ഡയറക്റ്റ് നോക്കി എടുത്തോട്ടോ. അപ്പോൾ ഇതാണ് മെയിൻ. പിന്നെ എക്സ്ചേഞ്ചിൻ്റെ കാര്യം എന്തോ പറഞ്ഞിരുന്നു. നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ 1 മന്തിൻ്റെ ഉള്ളിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ കൊണ്ടുപോയ ഐറ്റം അതേപോലെ തന്നെ തിരിച്ച് കൊണ്ടുവരണം. അപ്പോൾ ആ റേറ്റിനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഐറ്റം നിങ്ങൾക്ക്, അതും 1 മന്തിൻ്റെ സമയമാണ് ഇവർ പറയുന്നത്. അപ്പോൾ സെയിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ, അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കച്ചവടക്കാർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസ് നമുക്ക് അംബികാസ് ടെക്സ്റ്റൈൽസ് തരുന്നുണ്ട് അല്ലേ? ശരിയല്ലേ? മോളെ എത്ര നാളെ ഇപ്പോൾ ഇവിടെ? 6 മന്ത് ആയിട്ടുള്ളൂ. പക്ഷെ ആ കുട്ടി 3 കൊല്ലമായി എന്നല്ലേ പറഞ്ഞാൽ? 3 കൊല്ലമായിട്ടുണ്ട്. ഇയാൾ എത്ര നാളായി? 2 ഇയേഴ്സ്. ഹിന്ദിയും ഇംഗ്ലീഷും മിക്സൊക്കെ ഇതാ, മലയാളമൊക്കെ മിക്സാണ്. ഇതൊരു 2 പീസിൻ്റെ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഇത് 2 പീസ് ലൈനിങ് ഉണ്ട്, വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഇതൊക്കെ വരുന്നത് യോക്കിൽ. പിന്നെ 75 റുപ്പീസ് തൊട്ട് ഇവിടെ കുർത്തീസ് അവൈലബിൾ ആണ് കേട്ടോ. കുർത്തീസും മാത്രം, അതിൽ പാൻറ്റൊന്നും ഉണ്ടാവില്ല. 2 പീസൊക്കെ ആണെങ്കിൽ നമുക്ക് 300 സംതിങ് ആണ് നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. പിന്നെ പാർട്ടി വെയർ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അതിനനുസരിച്ച് റേറ്റ് നമുക്ക് ഊഹിക്കാമല്ലോ. എന്തായാലും റേറ്റ് അറിയണമെങ്കിൽ ഒന്ന് നിങ്ങൾ ഡയറക്റ്റ് വരിക, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യുക, എങ്ങനെയാണെന്ന് വെച്ചാൽ ചോദിച്ചറിയാം കേട്ടോ. ഒന്ന് എൻക്വയറി ചെയ്താലല്ലോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എത്ര റേറ്റ് ഉണ്ട് എങ്ങനെയാണ് എന്നുള്ളത്. ഇതെനിക്കിഷ്ടമായി കേട്ടോ. ഇല്ലേ, മീൻസ് കോഡ് സെറ്റ് അല്ല, കോൺട്രാസ്റ്റിൽ വരുന്ന ഒരു കളറും പിന്നെ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി സിമ്പിൾ റയോണിൽ ഇതിൽ ലൂറക്സ് ലൈൻ പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക്. പക്ഷേ വീണ്ടും പറയുകയാണ്, ഇത് എപ്പോഴും വന്നാൽ കിട്ടണം എന്നില്ല, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും കളക്ഷൻ. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് ഈ ഒരു സിംഗിൾ പീസായിട്ട് കിട്ടും എന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ടൊരു പക്ഷേ എന്ന് പറഞ്ഞിട്ട്, ഈ പക്ഷേ എന്നുള്ളത് ബാക്കി ഡീറ്റെയിൽ മുകളിൽ ചെന്നിട്ട് പറയാം കേട്ടോ.
ഇപ്പം തന്നെ ഞാനൊരു ഹിൻഡ് തന്നു, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതൊരു 2 പീസ് തന്നെയാണ് വരുന്നത്. നല്ലൊരു മെറൂൺ, ഡാർക്ക് മെറൂണിൽ യോക്കിൽ അടിപൊളി വർക്കോട് കൂടിയിട്ട് വരുന്നത് കേട്ടോ. 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റ് അല്ല, 2 പീസിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. നല്ല ഫുൾ മിററുടെ വർക്കില്ലേ. ഇത് ഷേപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ടെസൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഷേപ്പ് ചെയ്യാം. ഇതും കോട്ട് സെറ്റ് തന്നെ വലിയ മിററിൽ വരുന്നത്. ഇതിലും ഇതുണ്ടല്ലോ, സ്ലീവ് ഉണ്ടല്ലോ. സ്ലീവ് ഉണ്ടാകും. ഓക്കെ. അപ്പോൾ രാവിലെ ഇയാളെ 8:30 വരുമോ? ഞാൻ 9. ആണുങ്ങളാകുമ്പോൾ 8:30 വരില്ല. അപ്പോൾ ആ സമയത്ത് ഒരു 9 മണിയൊക്കെ ആയിട്ട് ഇത് വരാണെങ്കിൽ തന്നെ നമുക്ക് നല്ല കളക്ഷൻസ് ഒക്കെ കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന ഈ സൈഡിലൊക്കെ എന്തായിരിക്കും, കുർത്തീസ് മാത്രമാണോ? അത് കുർത്തീസും അംബർല പോലത്തെ അനാർക്കലി സ്റ്റൈലില്, എ ലൈനില്, സിംഗിൾ കുർത്തീസ്, അങ്ങനത്തെ ഫുൾ ഗൗൺ ഒക്കെയാണ് മേളിലിരിക്കണത്. ഈ കാണുന്നത് മൊത്തം. ഓക്കെ ഓക്കെ. അങ്ങനത്തെ വെറൈറ്റീസ്. അപ്പോൾ ഒരുവിധം എല്ലാം ഉണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഐറ്റംസ് നമ്മൾ എടുത്ത് കാണിക്കുന്നുള്ളൂ എന്നുള്ളത് കേട്ടോ. ഇത് റയോണിൽ വരുന്നത് 2 പീസിൻ്റെ കളക്ഷൻ തന്നെയാണ്. പിന്നെ അതെ ഇത് കോട്ടണിൽ. അപ്പോൾ റയോൺ വേണോ, കോട്ടൺ വേണോ, എ ലൈനിൽ വേണോ, സ്ട്രെയിറ്റിൽ വേണോ, ഏത് വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് എത്ര സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ്? 3XL. കോട്ട് സെറ്റിലൊക്കെ ആകുമ്പോൾ 3XL വരെ നമുക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കസ്റ്റമേഴ്സ് പറയുമ്പോൾ അതിനേക്കാളും സൈസ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കും. നമ്മൾ ചെയ്യുന്ന നമ്മുടെ സ്വന്തം യൂണിറ്റ് ആകുമ്പോൾ പിന്നെ ആരെ പഠിക്കാൻ. ഇനി നിങ്ങൾ 5XL 6XL പറയുകയാണെങ്കിൽ അതുവരെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. കസ്റ്റമൈസ് ചെയ്യുമ്പോൾ ഇത്ര ബൾക്ക് ക്വാണ്ടിറ്റി അങ്ങോട്ട് എടുക്കണം എന്ന് ഉണ്ട്. അതെന്തായാലും നിങ്ങൾ കടയിലേക്ക് ഒന്ന് വിളിച്ചൊന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഞങ്ങളൊക്കെ വിളിക്കുമ്പോൾ ആരാ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്? ആരാ? കൗണ്ടറിലാണ് ഫോൺ ഇരിക്കണത്. ഒന്നല്ലെങ്കിൽ ചേച്ചി അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ബാക്കി പിന്നെ സ്റ്റാഫ്മാരുണ്ട്, മുകളിലൊക്കെ ആയിട്ട് ആൾക്കാർ കുറച്ചുണ്ട് ഇവിടെ. ഇപ്പം ഞാൻ 2 ആളെ കാണിച്ചിട്ടുള്ളൂ. ഇതും 2 പീസിൻ്റെ തന്നെയാണ്. ഇതൊക്കെ നോർമൽ എന്ന് പറയുമ്പോൾ ആ ഒരു ഇതിൽ ഫുൾ നോർമൽ എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ സ്ലീവ് നോക്കിയടാ, നല്ല ഭംഗിൻ്റെ അല്ലേ. ഹെവി വർക്കോട് കൂടിയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഹെവി വർക്കുള്ളതുണ്ട്, നോർമലിൽ വരുന്നുണ്ട്, സാധാരണ എംബ്രോയ്ഡറിയിൽ വരുന്നതുണ്ട്, ഹാൻഡ് വർക്കിൻ്റെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതെന്ത് മെറ്റീരിയൽ? ഇത് ഫുൾക്കാരി മെറ്റീരിയൽ. ഫുൾക്കാരിയിൽ 2 പീസ് കേട്ടോ. അപ്പോൾ ഒരുവിധം മിക്ക മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ കണ്ടൂല. ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്? കോട്ടൺ ടോപ്പുകൾ മാത്രം. ഓക്കെ. റിങ്കിൾ തുണി. റിങ്കിൾ നല്ല സോഫ്റ്റ്, നല്ല സുഖമല്ല ഇടാനായിട്ട്. റിങ്കിളിൽ കേട്ടോ 2 പീസാ. ഇപ്പോൾ ഒക്കെ നമ്മൾ കാണിക്കുന്നത് 2 പീസാണ്. സിംഗിൾ കുർത്തി ഒന്നും നമ്മൾ കാണിച്ചില്ലല്ലോ. സിംഗിൾ കുർത്തി ഉണ്ട്. നമുക്ക് കാണിക്കാം. ഇത് ഞാൻ കുറേ കണ്ടു ഇവിടെ, പല കളേഴ്സ് ആയിട്ട് ഇരിക്കണത് ഇല്ലേ. എത്ര കളേഴ്സ്? ഇതേ കണ്ടതെന്ന് പറഞ്ഞാൽ വെറുതെ അല്ലേ. അതെ, അതിൻ്റെ കളറാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പോൾ ഒരു 3-4 ഷെയ്ഡ് ഞാൻ ഇവിടെ ലൈവായിട്ട് ഇപ്പോൾ തന്നെ കണ്ടു. അതിൻ്റെ കളേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സൈസസ് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ നമുക്ക് പിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് കോളർ നെക്കാണ് ഇതിൻ്റെ വരുന്നത്, ഷർട്ടിൻ്റെ കോളറിൻ്റെ നെക്ക് പോലെ കേട്ടോ. അപ്പോൾ ഇത് എ ലൈനിലാണ് അല്ലേ. ഓക്കെ. ഇനി അടുത്ത കുർത്തി. സിംഗിൾ കുർത്തി. സിംഗിൾ കുർത്തിയുടെ കാര്യം പറഞ്ഞത് 75 രൂപയുള്ളൂന്ന്. ഇനി ഇതിൻ്റെ റേറ്റ് അല്ല പറയണത്. 75 രൂപ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വീഡിയോ കോൾ ചെയ്ത് ചോദിച്ചാൽ മതി. പിന്നെ ഇത് സ്റ്റാർട്ടിങ് റേറ്റ് ആണ് പറയുന്നത്. ഇതിൻ്റെ റേറ്റൊക്കെ അറിയണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, വിളിച്ച് ചോദിക്കുക. അതുപോലെ ഇത് ഓരോരോ മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. കോട്ടൻ്റെ ഒക്കെ ജയ്പൂരി കോട്ടൺ എന്നൊക്കെ പറയുമ്പോൾ ഓൾ ടൈം ഫേവറേറ്റ് അല്ലേ കേട്ടോ. ഓൾ ടൈം ഫേവറേറ്റ് അല്ലേ കോട്ടൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക്. അതുപോലെ ചിക്കൻ കാരി, കോട്ട് സെറ്റ്, ഇതും വർക്ക് ഉണ്ടല്ലേ. പക്ഷേ ഈ വർക്ക് എനിക്ക് കൂടുതൽ ഇഷ്ടമായി. ഇത് എന്താ വെച്ചാൽ കൈകൊണ്ട് ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ. മൊത്തം ചിക്കൻ കാരിയിൽ. ഇതാണെങ്കിൽ മെഷീനിൽ ചെയ്തിട്ടുള്ള വർക്കാണ്. ഡബിൾ ഷെയ്ഡ് വരുന്നത് സെയിം ഓംബ്രെ സ്റ്റൈലിൽ കേട്ടോ. അതും ഈ സെയിം വർക്ക് തന്നെയാണ് ഈ കുട്ടി ഇട്ടിരിക്കുന്നത്. പേര് മറന്നൂടാ. ജിദിന. അയ്യോ, ഈ സെയിം വർക്ക് തന്നെയാണ് കേട്ടോ. ആ കൈകൊണ്ട് ചെയ്തിട്ടുള്ള സെയിം വർക്ക്. ഇത് ചിക്കൻ കാരി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ അല്ല, ഇവിടുത്തെ റേറ്റ് കേട്ടാൽ അല്ലേ കുറവല്ലേ, പറയാൻ പറ്റില്ല കേട്ടോ. ഇതിൻ്റെ റേറ്റ് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഇതൊക്കെ സംഭവം മുകളിലിരുന്നു എന്ന് പറഞ്ഞത് അല്ലേ. ശരി. നല്ലൊരു പാർട്ടി വെയർ ഗൗൺ വിത്ത് ഇങ്ങനെ ഒരു ബെൽറ്റ്. അപ്പോൾ തടിയും ഷേപ്പൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ എന്തൊക്കെ ഇവിടെ വിത്ത് പാഡാണല്ലേ. ഞാൻ എന്തോ തടയുണ്ട് ഇവിടെ, പാഡൊക്കെ ഉണ്ട്. ഞാൻ പെട്ടെന്ന് ഓക്കെ. ചിക്കൻ കാരിയിൽ സീക്വൻസ് വർക്ക്. ഇതും സിംഗിൾ കുർത്തിയിലാണ്. ഇത് ഈ ഒരു ഷെയ്ഡ് മാത്രമല്ല, ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇത് ഡാർക്ക് ഷെയ്ഡ് ഒരെണ്ണം എടുത്തെന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ ഇതിൽ തന്നെ നമുക്ക് സീക്വൻസ് വർക്ക് അല്ലാത്തതും അവൈലബിൾ ആണ്. പിന്നെ അടുത്ത സെറ്റ് കുർത്തീസിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എടുത്തോ വെറൈറ്റീസ് കാണിക്കണമെങ്കിൽ ഇതേ പോന്നോ, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതും പല പല മെറ്റീരിയൽസിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മൾ തന്നെ തയ്പ്പിക്കണതാണ്, നമ്മുടെ ഓണാണ്. ടിഷ്യൂല്
ഫുൾ വർക്കോട് കൂടിയിട്ട്. ഇതൊക്കെ ലൈനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ. എ ലൈൻ സ്റ്റൈലാണ് ഇത് വരുന്നത്. പിന്നെ വീണ്ടും പറയുകയാണ് ഇതിൻ്റെയൊക്കെ കളേഴ്സ്, ഇതിൻ്റെയൊക്കെ ഡിഫറെൻറ്റ് പ്രിൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഓരോ സിംഗിളായിട്ട് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ജോർജറ്റിൽ ലൈനിങ്ങോട് കൂടിയിട്ട്, ജോർജറ്റിൽ ലൈനിങ് ഇടാണ്ട് പറ്റില്ല. അതും സ്ട്രൈറ്റ് ഫിറ്റിലാണ് ഇത് വരുന്നത് കേട്ടോ. യോക്കിൽ ഇങ്ങനെ അടിപൊളി ഫുൾ വർക്കോട് കൂടിയിട്ട് ഡെയിലി വെയർ അങ്ങനെ എല്ലാത്തിനും നമുക്ക് എവിടെയൊക്കെ ഇടണം അതോടൊക്കെ ഉള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട് അല്ലേ. ഏത് ഒക്കേഷനാണെന്ന് പറഞ്ഞാൽ മതി. പാർട്ടി വെയറാണോ, കല്യാണമാണോ, ഡെയിലി വെയറിനാണോ. പക്ഷെ സിംഗിളായിട്ട് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എത്ര എടുക്കണമെന്ന്? ഒരു 15 പീസ് എടുക്കുമ്പോഴേക്കും ഏകദേശം ഒരു എമൗണ്ട് ആവും. പിന്നെ 5000 ആണ് ഇവർ പറയുന്നത്. എന്തായാലും നിങ്ങൾ വിളിച്ചൊന്ന് എൻക്വയറി ചെയ്ത് ചോദിച്ചോളൂ. അപ്പോൾ ഇത് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം എറണാകുളത്ത് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് മേനക ബസ് ഇറങ്ങിയിട്ട് ആ വഴിക്ക് നടന്നാൽ മതി. ഒരു 10 അടി വെക്കുമ്പോൾ തന്നെ നമുക്ക് പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡ് എന്ന് പറയുമ്പോൾ അറ്റത്തേക്ക് കുറേ പോകണം. പക്ഷേ അത്ര അറ്റത്തേക്ക് പോകണ്ട. ഇതൊരു സർക്കിളാണ്. ഈ ഒരു സർക്കിളിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മൂലയ്ക്ക് തന്നെ ഒരു ചെറിയ ഫ്രണ്ടിൽ കൂടെ കാണുമ്പോൾ നമുക്ക് ഇതാണ് കട എന്ന് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നും ഇല്ലേ. പക്ഷേ ഉള്ളിലേക്ക് കയറുമ്പോൾ അങ്ങനെയല്ല. ഇതൊരു 4 ഫ്ലോർ ആയിട്ടുള്ള ബിൽഡിംഗ് ആണ്. അംബികാസ് ടെക്സ്റ്റൈൽ. യെസ്, അതാണ്. ഇത് നോക്കിയേ. അപ്പോൾ ഇത് വേണോ? ഫുൾ പ്രിൻറ്റിലുണ്ട്, പ്ലെയിനിലുണ്ട്, യോക്ക് വർക്ക് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഫുൾ പ്രിൻറ്റോട് കൂടിയിട്ട് വരുന്നുണ്ട്. ഇത് മെറ്റീരിയൽ വരുന്നത് മസ്ലിൻ ഫോയിൽ പ്രിൻ്റ് ആണ് കേട്ടോ. ഫുൾ വരുന്നത് യോക്കിൽ ഇങ്ങനെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇതാ XXL സൈസ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് സൈസ് വരുന്നത് ഇപ്പം നിലവിൽ ഇവിടെ ഉള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. 3XL സൈസിൻ്റെ മെഹന്തിയിൽ ഇങ്ങനെ വർക്കോട് കൂടിയിട്ട്. ഇതിൻ്റെ റേറ്റ് അറിയണമെങ്കിൽ ഇവരോട് തന്നെ ചോദിക്കണം. നിങ്ങൾക്കെല്ലാം അറിയാൻ പറ്റുള്ള റേറ്റ്. നമുക്ക് അറിയില്ല റേറ്റ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ വരാൻ നേരിട്ട് നോക്കുക, ഫീൽ ചെയ്യുക. ഇതുപോലെ തന്നെ സ്ലീവിൽ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട്. റയോണിൽ ഫുള്ള് തിളങ്ങണതും മിന്നണതും XL അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയണമെന്ന് മാത്രമല്ല. ഇപ്പോൾ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇത് ഒരു സിംഗിൾ പീസ്. ഇപ്പോൾ ഇതൊരു 10 നമ്മൾ നിലവിൽ ഇവിടെ ഉള്ളത് നമ്മൾ വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇതിന് ഒരു 500 പീസ് 1000 പീസ് പറയുകയാണെങ്കിൽ അതും നമുക്ക് ചെയ്ത് തരാൻ പറ്റും. കാരണം നമ്മുടെ സ്വന്തം യൂണിറ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റി ചെയ്ത് തരാൻ പറ്റും. ഒരുപാടുണ്ട്. ഇനിയിപ്പോൾ 2 ഫ്ലോറും കൂടി കംപ്ലീറ്റ് ചെയ്യാണ്ട് പോയാലോ നമുക്ക് മുകളിലേക്ക് പോവാം. ജിതിന മറക്കില്ല. ശരി, നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ എത്തിയിട്ടല്ലേ. ഇത് ദുപ്പട്ടാസ് അല്ലേ ഇത് മൊത്തം? ഇതൊക്കെ ഇത് ഫ്ലോർ ആയിരിക്കണം. അപ്പോൾ സെക്കൻഡ് സെക്കൻഡോ തേർഡോ എന്താ മുകളിലാണ് സംഭവം. എന്തായാലും ഈ ഫ്ലോറിലല്ല. അപ്പൊ ഈ ഫ്ലോറിൽ കിട്ടുന്നതായിട്ട് നമുക്ക് ഇങ്ങോരെ പിടിച്ചാലാ അതാ നല്ലത്. കുറച്ചു നേരം മുകളിൽ റെസ്റ്റ് എടുക്കും. നല്ല ചുമയുണ്ട്, കഫക്കെട്ടുണ്ട് ഇല്ലേ. പോയി മരുന്ന് കഴിക്കും. അപ്പൊ നവാജിസ് ഇവിടെ എന്താ ഐറ്റംസ് ഈ ഒരു ഫ്ലോറിൽ? ഈ ഫ്ലോറിലെ 3 പീസ് ഐറ്റം ഉണ്ട്, പാർട്ടി വെയർ ഐറ്റം. അപ്പൊ ഈ കാണുന്നത് മൊത്തം 3 പീസ്. പിന്നെ ചെറിയ കുട്ടികളുടെ ഫ്രോക്ക് ഐറ്റം ഉണ്ട്. ഓക്കെ. പിന്നെ പാർട്ടി പിന്നെ ഞാൻ ഇട്ടിക്കണതൊക്കെ ഈ ഫ്ലോറിൽ നിന്നല്ലേ? ഇതിന്റെ ഒരു അതെ ഇതിന്റെ പാക്കിംഗ് ആണ് കേട്ടോ. ഇപ്പൊ ഈ കാണുന്നത്. ഇപ്പൊ സൈസ് നമ്മുടെ ഇഷ്ടത്തിനുള്ളത് എടുക്കാം അല്ലേ? മീഡിയം, ഡബിൾ XL എങ്ങനെ വേണേലും എടുക്കാം. ഇതിന്റെ കളേഴ്സും ഞാൻ ഇവിടെ കണ്ടു. ഇതിന്റെ അടിയിൽ വെട്ടുപോയി. അതെ എന്തായാലും അത് വിട്. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് കളക്ഷൻസ് ഒന്നും കാണിച്ചു കൊടുത്താലേ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം അല്ലേ? പറഞ്ഞോ. ഞാൻ കസ്റ്റമർ കേട്ടാ. പറഞ്ഞോ. ഇത് നമുക്ക് 3 പീസ് ഐറ്റം. ഇതിലെ റേറ്റ് പറയണോ? അറിയില്ല പറയില്ല. അതറിയില്ല എന്ന് എന്നോട് പറഞ്ഞത്. റേറ്റ് പറയാൻ പാടില്ല ശരിക്കും. 3 പീസിന്റെ കളക്ഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന്റെ റേറ്റ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. റേറ്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർജിൻ ഇട്ടിട്ട് വിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. വേറെ ഒന്നും വിചാരിക്കരുത്. ദുപ്പട്ട ഒന്ന് തുറന്ന് നോട്ടെ. ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ട. ആളെ കാണാനില്ലേ അല്ലേ? ഇതാണ് 3 പീസിന്റെ കളക്ഷൻ. ഇതിൽ കളേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പൊ കാണിക്കുന്നത് XL ട്ടോ. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം അങ്ങോട്ട് പോകുന്നു കേട്ടോ. നല്ല നല്ല വെറൈറ്റീസ് ഒരുക്കിയിട്ടുണ്ട്. പിന്നെ മെറൂണില് കളർ നോക്കണ്ട കേട്ടോ. കളേഴ്സ് അവൈലബിൾ. ഒരു 4-5 കളർ എന്തായാലും ഉണ്ടാവും. സൈസും നോക്കണ്ട. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള സൈസ് നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പക്ഷേ ഞാൻ താഴത്തെ പറഞ്ഞ് നിർത്തിയില്ല. ആ ഒരു പക്ഷേ ബാക്കിയാണ്. 5000 രൂപയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്യണം. ഇത് സിംഗിൾ പീസായിട്ട് അവൈലബിൾ അല്ല. സിംഗിൾ പീസായിട്ട് നിങ്ങൾക്ക് എടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇവിടെ നോക്കിയായിട്ട് പിക്ക് ആൻഡ് ചൂസ് ഓപ്ഷനിൽ 5 രൂപ ഉണ്ടായ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. 5 രൂപ മീൻസ് 5ൻ്റെ കൂടെ 3 പൂജ്യം കൂടി ചേർത്ത് 5000 രൂപ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് 3 പീസിൻ്റെ ഒരു കളക്ഷൻ കേട്ടോ.
അപ്പോൾ 3 പീസിൽ നമുക്ക് നല്ല നല്ല ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു കട എറണാകുളത്ത് ഒളിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾ വലിയൊരു അറിഞ്ഞിട്ടുണ്ടാകും. ഇവിടെ നമ്മൾ പെട്ടെന്ന് വണ്ടിയിൽ ഇങ്ങനെ പൂവും വരും, പക്ഷേ അങ്ങനെ വലിയ വലിയ കടകളൊക്കെയാണ് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടത്. പക്ഷേ മുന്നിൽ നിന്ന് കാണുമ്പോൾ ചെറുതായാലും ഇതിൻ്റെ ഉള്ളിൽ നിറയെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതും 3 പീസിൻ്റെ ആണ്. ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, ടെൻഷൻ അടിക്കണ്ട. ഇത് 3 പീസിൻ്റെ ആണ് വിത്ത് ഡിജിറ്റൽ ദുപ്പട്ട അടക്കം വരുന്ന ഒരു കളക്ഷൻ, ഓർഗൻസയിൽ കേട്ടോ. ഇങ്ങനെ അപ്പോൾ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം എന്ത് മെറ്റീരിയലാണ്, ഏത് സൈസിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണ്, നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ പറയുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ ഇവിടെ അങ്ങോട്ട് ഇട്ട് തരും നിങ്ങൾക്ക് വേണ്ടി. ഇതാ ഇത് കോട്ടണിലാണ്. അതുപോലെ 2 പീസ്, 2 പീസ് അല്ല സോറി 3 പീസ്. ഇപ്പം ഈ ഒരു ഫ്ലോർ മൊത്തം 3 പീസാണ് കേട്ടോ. പറ. ഈ ഫ്ലോറിലെ മൊത്തം 3 പീസ് ഐറ്റം നമുക്ക് 3 പീസ്, പിന്നെ ഫ്രോക്ക് ആയിട്ടോ. ഞാൻ ഇടയ്ക്കൊന്ന് ആളെ കൊണ്ട് പറപ്പിക്കണത്. ആൾക്ക് ഹിന്ദി മലയാളം അല്ല, മലയാളം കൊഞ്ചും കുറച്ച്. അപ്പോൾ ഇതും നല്ല കളർ 3 പീസ് അനാർക്കലി എന്ന് വെച്ചാൽ എ ലൈനിലാണ് വരുന്നത്. പാനൽ സ്റ്റൈലാണ്. ഒരു 4 പാനൽ 8 പാനലിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ 6 പാനലായിരിക്കും. അതെന്തായാലും നിങ്ങൾ വിളിച്ച് ചോദിച്ചോളൂ. വിത്ത് മൽമൽ കോട്ടൻ്റെ ദുപ്പട്ടയാണ് കേട്ടോ ഇത് വരുന്നത്. ഇങ്ങനെ 3 പീസിൻ്റെ ഒരു കളക്ഷൻ പാനലാണ് കേട്ടോ. ഇത് പാനൽ അത്യാവശ്യം കൂടുതലുണ്ടല്ലോ, ചെറിയ ചെറിയ പാനലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇഷ്ടപ്പെട്ടു എനിക്ക്. ഈ അനാർക്കലി എന്ന് പറയുമ്പോൾ ഒരു ഹരാണ്, അതാണ് ഞാനും ഇപ്പോൾ അനാർക്കലി സ്റ്റൈലിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇതും പറഞ്ഞോട്ടെ. ഇതിൻ്റെ കളേഴ്സ് ഒരു ഇതിൻ്റെ എത്ര കളേഴ്സ് ഉണ്ട് ഇപ്പം? ഞാൻ ഇതിൽ തന്നെ, പക്ഷെ ഒക്കെ ഇങ്ങനെ കോൺട്രാസ്റ്റിലാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ വേണമെന്ന് വെച്ചാൽ ആ കളർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതുപോലെ തന്നെ ഇതും സൈഡ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതിൽ എന്താ പറയുക, ലൈനിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുവിധം നമ്മുടെ നാട്ടിൽ കൂടുതൽ ലൈനിങ് യൂസ് ചെയ്യണവരായതുകൊണ്ട് തന്നെ ലൈനിങ് ആയിട്ടാണ് ഇവർ യൂണിറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ ചെയ്തിട്ട് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എന്താ പറയുക, ഗുജറാത്തിലും അതുപോലെ തന്നെ കേരളത്തിലുമായിട്ട് പല സ്ഥലത്തായിട്ട് യൂണിറ്റ്സ് ഉണ്ട്. പ്രൊഡക്ഷൻ വേറെ സ്ഥലത്താണെങ്കിലും നമുക്ക് ഇവിടെയാണ് ശരിക്കും സെയിൽസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. ഇത് 3 പീസിൻ്റെ ഒരു കളക്ഷൻ ഇങ്ങനെ വിത്ത് ഫുൾ ഇങ്ങനെ വർക്ക്. നെക്സ്റ്റ് ഹെവി വർക്കോട് കണ്ട ഹെവി വർക്കാണ്, റേറ്റ് കുറവാണ്. ഇത് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ കേട്ടോ. പുറത്തൊക്കെ നമുക്ക് നല്ല മാർജിൻ ഇട്ടിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്. വെറും 5000 രൂപ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബിസിനസ്, അതും നിങ്ങളുടെ ബെഡ്റൂമിൽ ഇരുന്നിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ സെൻഡ് ചെയ്യുക. ബെഡ്റൂമിൽ ഇരുന്നിട്ട് ബെഡ്റൂമിൻ്റെ ഫോട്ടോ സെൻഡ് ചെയ്യാനല്ല, സ്റ്റോക്ക് മൊത്തം അവിടെ ഡംപ് ചെയ്യല്ല, അവിടെ നിറച്ച് വെച്ചിട്ട് അവിടുന്ന് ഓരോന്ന് ഫോട്ടോ എടുത്തിട്ട് നമുക്കൊരു ഇൻസ്റ്റാ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു ഓൺലൈൻ ബിസിനസ് വരെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു അംബികാസ് ടെക്സ്റ്റൈൽ നമുക്ക് വേണ്ടി ഒരുക്കിക്കുന്നത്. ഇതിൻ്റെ വർക്ക് കണ്ടില്ലല്ലോ. സാധാരണ ഹോൾസെയിൽ പറയണ പോലെ സെറ്റ് ടു സെറ്റ് ഇല്ല എന്നുള്ളത് അതന്നെ വലിയൊരു ആശ്വാസമാണ് കേട്ടോ. എനിക്ക് അതന്നെ വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നും. പിന്നെ അതും തന്നെയല്ല, നമുക്കൊരു 1 മന്തിൻ്റെ ഉള്ളിൽ വിറ്റില്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാന്നേ, അതന്നെ വലിയൊരു സംഭവമല്ലേ. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് എന്താ വേണ്ടത്? നമ്മളൊരു സെയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊക്കെയല്ല നമ്മൾ നോക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ പൈസ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് ഡെഡ് ആവാണ്ട് നോക്കാം. ഇതല്ല നമ്മൾ മെയിനായിട്ട് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് നല്ല വീണ്ടും എടുത്ത് പറയാം കേട്ടോ. ഇത്രയും നാൾ നമ്മളെ എറണാകുളം മാർക്കറ്റിലൊക്കെ മൊത്തം നടന്നിട്ടും ഇതുപോലെ തന്നെ ഇങ്ങനെ പിക്ക് ആൻഡ് ചൂസ് ഓപ്ഷൻ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് അത് മനസ്സിലായി. ഇത് ജോർജറ്റില് പിന്നെ പലാസോ, ഇത് ദുപ്പട്ട, അങ്ങനെയൊക്കെ കളക്ഷൻ. അപ്പോൾ ജോർജറ്റ് കണ്ടു, മസ്ലിനിലുണ്ട്, പിന്നെ എന്താ പറയുക സിൽക്ക് മെറ്റീരിയലുണ്ട്, വിചിത്രയിലുണ്ട്, വാട്ടിക്കൻ. വാട്ടിക്കനിൽ നമ്മൾ സിംഗിൾ പീസ് കണ്ടു തോന്നുന്നില്ല. സിംഗിൾ പീസ് കുർത്തി കണ്ടു. അതിൻ്റെ തന്നെ വാട്ടിക്കനിൽ തന്നെ നമുക്ക് 3 പീസ്. ഇതൊരു ബന്ധമില്ലാത്ത പോലെയാണല്ലോ, പക്ഷെ എന്തായാലും എനിക്ക് ഇത് മാത്രമായിട്ട് ഇഷ്ടമേ. എന്തായാലും ഇത് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. ഈ കളർ കേട്ടോ, ലെവൻഡർ. പിന്നെ സെയിം മെറ്റീരിയലില് അതിലെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പൊ ഇതിലാണെങ്കിൽ ഇവിടുന്ന് ഫുൾ വർക്കാണ്, അടിയിൽ വരെ ഫുൾ വർക്കാണല്ലോ. ഇതാണെങ്കിൽ നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ വർക്ക് വന്നിട്ട് പിന്നെ അടിയിൽ ആ ഒരു ദാമന്റെ പോർഷനിൽ വർക്ക് വരുന്നുണ്ട്. പിന്നെ സെയിം ആസ് യൂഷ്വൽ പാന്റ് വിത്ത് ദുപ്പട്ടൊക്കെ സെയിം അത് തന്നെ കോൺട്രാസ്റ്റ്. അതിൽ ഫുൾ ഇങ്ങനെ സ്വീക്വൻസ് വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാ വേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ. എന്തായാലും ഇത് ഇവിടെ ഇരിക്കട്ടെ. പിന്നെ നെക്സ്റ്റ് എംബ്രോയിഡറി വർക്ക്. എംബ്രോയിഡറിയുടെ നല്ല കളറിലെ സട്ടലായിട്ട് ഒരു പേസ്റ്റൽ ഗ്രീൻ
ലൈറ്റ് ഗ്രീൻ പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു വൈറ്റോ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇതൊരു പിസ്ത ഗ്രീൻ ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ ഇങ്ങനെ ഫുൾ ഇങ്ങനെ വർക്കോട് കൂടിയിട്ടാണ് വരുന്നത്. അതിൻ്റെ ബോട്ടം വിത്ത് ദുപ്പട്ട. ദുപ്പട്ടയിൽ വർക്ക് ഉണ്ട് അല്ലേ? ഷോള് വർക്ക് ഉണ്ട്. എന്നാൽ ഷോൾ ഇതുപോലത്തെ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. സിംഗിൾ ദുപ്പട്ട. പാൻറ് വേണമെങ്കിൽ അതും ഉണ്ട്. ഇനി ദുപ്പട്ടയുടെ പോട്ടെ, പാൻറ് വേണോ, കുർത്തി സെപ്പറേറ്റ് ആയിട്ട് വേണോ, ദുപ്പട്ട സെപ്പറേറ്റ് ആയിട്ട് വേണോ, എല്ലാം ഇവിടെ ഉണ്ട്. ഇതും വിചിത്ര തന്നെയല്ലേ? വിചിത്രയില് ഒരു അനാർക്കലി സ്റ്റൈല്. എന്തായാലും വൈറ്റ് എന്ന് പറയുമ്പോൾ അതില് കോൺട്രാസ്റ്റും കൂടി ആയി കഴിഞ്ഞാൽ ഈ ഷോളിന്റെ കളേഴ്സ് ഇങ്ങനെ മാറും അല്ലേ? റെഡ് ഗ്രീൻ മെറൂണിലെ യെല്ലോ അങ്ങനെ കളേഴ്സ് ഇങ്ങനെ മാറും. ഇത് ഓൾ ടൈം എല്ലാ പെണ്ണുങ്ങളുടെ ഒരു ഫേവറേറ്റ് കളക്ഷൻ ആണ് ഈ ഒരു കളറും ഈ ഒരു ഡിസൈൻ ഈ ഒരു മോഡൽ മറൂണില് അങ്ങനെ ഈ മോഡൽ. അപ്പൊ 3 പീസിന്റെ കേട്ടോ. ദുപ്പട്ട ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചോ. ഈ സ്ക്രീൻഷോട്ട് എടുക്കണവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കാലോ. അപ്പൊ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പൊ ഇതിന്റെ റേറ്റും ഡീറ്റെയിൽസും എത്രയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് റേറ്റ് എത്രയാണ്, അല്ലെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ ഒരു കുർത്തിക്ക് നിങ്ങൾ ഇടുന്നത് അതൊന്ന് പറഞ്ഞാൽ മതി. ആ രീതിയിലുള്ള കളക്ഷൻസ് ഇവർ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ നല്ലൊരു രാമ ഗ്രീനിൽ സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ. ഓവറോൾ ദുപ്പട്ടയാണ് ഇവരുടെ അല്ലേ? ഫുൾ ഇങ്ങനെ ഈ കാണുന്ന ലൈൻസ് ഒക്കെ വീവിങ്ങിൽ വരുന്നത് കേട്ടോ. പിന്നെ ചെറിയ ഇങ്ങനെ മിന്നണതും തിളങ്ങണതും ഒക്കെ കാണാം. അപ്പോൾ ചെറിയൊരു പാർട്ടിക്കായി നമുക്ക് യൂസ് ചെയ്യാം, ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ. ഇനി വലിയ പാർട്ടിക്ക് വിട്ടുപോയി കഴിഞ്ഞാൽ ആരും ഒന്നും പറയില്ല, ധൈര്യമായിട്ട് ഇട്ടോ അല്ലേ? എന്ത് മനസ്സിലായ? ഓ സമാധാനം. ഓക്കെ, അടുത്തത് ഇതിൽ ഫുൾ വർക്കാണ് കേട്ടോ. അത് ഇവിടെ മാത്രമല്ല, ഈ ഒരു വർക്ക് സ്ലീവിലും ഓവറോൾ ഈ ഒരു എംബ്രോയിഡറിയുടെ വർക്ക് പോയിട്ടുണ്ട്. വിത്ത് 3 പീസിന്റെ ഒരു കളക്ഷൻ തന്നെയാണ് അടിയിൽ. അത് മിസ് ചെയ്യണ്ട. അതെ, ഫുൾ ഓവറോൾ വർക്ക്. യെസ്, അടുത്തത് എടുത്തോ. അടുത്തത് ഇത് ഒരു സട്ടൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ, വലിയ മഞ്ഞല്ല, ഒരു നോർമൽ ആയിട്ട് ഓർഗൻസ അല്ലേ? ഇത് ഓർഗൻസയില് 3 പീസ്. ഇതിന്റെ ദുപ്പട്ടയാണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ്. ഒരു ബനാറസി പോലെ ഫീലിംഗ് ബോക്സ് അതില്. അതും ഓർഗൻസ തന്നെയാണ് കേട്ടോ. ഇത് കാണുന്നത് മൊത്തം വീവിങ്ങോട് കൂടിയിട്ട് ഇതിലും കളർ ഓപ്ഷൻസ് വരും. ഇതിന്റെ കളേഴ്സ് എവിടെയാ? ഏത് പോർഷൻ? അതെ 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 അതെ. ഇതിപ്പോ യെല്ലോ ഉണ്ട്, അതുപോലെ തന്നെ പിങ്കിൽ വരുന്നുണ്ട്. അത് 2-3 ഷെയ്ഡ് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ അതും തന്നെയല്ല, ബൾക്ക് ക്വാണ്ടിറ്റി ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 50 പീസോ 100 പീസോ എത്ര പീസ് വേണമെങ്കിലും അവൈലബിൾ ആണ് കേട്ടോ. വീനെക്ക് 3 പീസ് ഇതാ പേസ്റ്റലിൽ തന്നെ വരുന്നത്. ഇങ്ങനെ കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത്. അപ്പോൾ ഓവറോൾ ഇതാണ് ഇതിന്റെ കളക്ഷൻ. കുറെ ഉണ്ടല്ലേ, നമുക്ക് കാണിക്കുകയാണെങ്കിൽ ഇതൊന്നും തീരൂല. ഇത് വൈറ്റ്. ഇത് വൈറ്റ് ആൻഡ് ബ്ലാക്ക്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആർക്കാണ് ഇഷ്ടമല്ലാത്ത? യെസ്, ബ്ലാക്ക് ആൻഡ് കോൺട്രാസ്റ്റ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നാൽ ഇതിന്റെ ഉൾട്ടയും ഉണ്ടാവും, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അങ്ങനെ ഇത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ, വൈറ്റ് കോമ്പിനേഷൻ. ഓർഗൻസയുടെ ദുപ്പട്ട കേട്ടോ ഇത് വരുന്നത്. ഞാൻ ഇവിടെ ഒക്കെ കൂട്ടി ഇടുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, കുറെ നേരം ഇനി മടക്കാനിരിക്കേണ്ടി വരും. അതൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. ഇതേ വിചിത്രയിൽ നോക്കിക്കോ, കോൺട്രാസ്റ്റ് ആണ് അല്ലേ? ഇതാണ് കോൺട്രാസ്റ്റിലാണ് കേട്ടോ ഇത് വരുന്നത് വിത്ത് പാന്റ്. അപ്പൊ 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ്. പിന്നെ നമുക്ക് ഗൗൺ ഉണ്ട്. ഇത് ഗൗണാ? ഓ, ഗൗണാകുമ്പോ 2 പീസ് അല്ലേ? 2 പീസ് ഷോള്. പിന്നെ ഗൗണാകുമ്പോ പാന്റ് വരില്ല. പാന്റ് ഇട്ടാൽ ഇപ്പൊ കാണാനൊന്നും പോണില്ല. പിന്നെ ഇതിന്റെ കൂടെ ദുപ്പട്ട വരുമ്പോ ഇതന്നെ നമുക്ക് ജോർജറ്റിന്റെ മെറ്റീരിയൽ തന്നെയാണ്. ഫുൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ സ്വീക്വൻസ് വർക്ക്, എംബ്രോയിഡറിയുടെ ഡീറ്റെയിലും. അപ്പൊ കുറെ ഉണ്ട് കാണിക്കാൻ. നമുക്ക് എന്തായാലും ഞാൻ അൺസ്റ്റിച്ചഡ് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അതെവിടെയാ? ഈ പോർഷനിൽ അല്ലേ? ഇതെന്താ? ജോർജറ്റിൽ തന്നെ ഗൗണിൽ കേട്ടോ. ഇത് പാനൽ വർക്ക് ആണ് കേട്ടോ. ഫുൾ അനാർക്കലി ഫ്ലോർ ലെങ്ത്തിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് വിത്ത് 2 പീസിന്റെ. സ്കാലപ്പ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് കേട്ടോ. സ്കാലപ്പാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ എന്താ പറയുക, സ്കാലപ്പിൽ ഇത് സീക്വൻസ് വർക്ക്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കട്ട് വർക്ക് പോലെ 3 പീസായിട്ട് അങ്ങനെയും ഉണ്ട് അല്ലേ? ഇതാവുമ്പോ നമുക്ക് ആങ്കർ ലെങ്താ വരുന്നത്. പാനലിൽ തന്നെ അനാർക്കലി സ്റ്റൈലിൽ ജോർജറ്റ് മെറ്റീരിയൽ പേസ്റ്റലിൽ വരുന്ന ഒരു കളക്ഷൻ. അപ്പൊ 3 പീസിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ നമുക്ക് എത്ര വരും? 395 ആ റേഞ്ച്. 395 ആണ് നമുക്ക് 3 പീസിന്റെ കളക്ഷൻ വരുന്നത് കേട്ടോ. അപ്പൊ ഓവറോൾ നമുക്ക് ഇത് അല്ലാണ്ട് നമുക്ക് അൺസ്റ്റിച്ചഡ് ഒന്ന് കാണിച്ചു കൊടുത്താലോ? അൺസ്റ്റിച്ചഡ് എവിടെ ഇരിക്കണം?
ഓ ഇങ്ങനെയാണ് കേട്ടോ. ഇതും നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ചൂസ് ചെയ്യാം. ഇതിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇങ്ങനെ എനിക്ക് കാണിക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വൈസ് വരുന്നത്. ഈ കാണുന്നത് മൊത്തം വീവിങ് ആണ് കേട്ടോ. ഞാൻ ഇവിടെ ഇട്ട് ഓരോന്ന് കാണിച്ചു തരാം, എന്നാലാണ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുള്ളൂ. അതാ ഇത് ദുപ്പട്ട, ഇതിൻ്റെ മെയിൻ ലുക്ക് ഇങ്ങനെ 3 പീസ് മീൻസ് ഉള്ളിൽ പാൻറ്റ് ദുപ്പട്ട അങ്ങനെയൊക്കെ ആയിട്ട് ഒക്കെ ഡിഫറെൻറ്റ് മെറ്റീരിയലാണ്. ഇതിലും ദുപ്പട്ട അടിയിൽ ഇങ്ങനെ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ. പിന്നെ ഇത് കണ്ടോ, ഓ ഇത് അടിപൊളി സോഫ്റ്റ് കോട്ടണിൽ വരുന്നതാണ് കേട്ടോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രിൻ്റാണ്, ബാട്ടിക് പ്രിൻറ്റ്. അതിൽ ദുപ്പട്ട വരുന്നതും ബാട്ടിക്കിൻ്റെ പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതിനും കളേഴ്സ് ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട ഒരു സ്റ്റാൻഡേർഡ് ലെവൽ എന്തായാലും ഫീൽ ചെയ്യും. ഇത് നോക്കിയേ, ഇത് ഫുള്ളിങ്ങനെ എംബ്രോയ്ഡറിയിൽ അതിൽ കൊടുത്തിരിക്കുന്നത് കോൺട്രാസ്റ്റ്. അപ്പോൾ അൺസ്റ്റിച്ചഡിൻ്റെയും നല്ലൊരു കളക്ഷൻസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ, അൺസ്റ്റിച്ചഡ്. പിന്നെ ഇതും കോട്ടണിൽ തന്നെയാണ് കേട്ടോ, സോഫ്റ്റ് കോട്ടണിൽ വരുന്നത് തന്നെയാണ്. കളർ അടിപൊളിയല്ലേ, നല്ലൊരു എന്ത് കളറാണ് പറയുക ഇപ്പോൾ ഇതിന്, ബ്ലൂ അല്ലേ പറയണ്ടേ? ഇതും ബ്ലൂ, ഇതും ബ്ലൂ, ഗ്രേയും ബ്ലൂവും കൂടി മിക്സ് ആയിട്ട് നല്ല സോഫ്റ്റ് കോട്ടൺ ആട്ടോ അത്. ഇതും അൺസ്റ്റിച്ചഡ് തന്നെ കാണുന്നത്, ഫുൾ വീവിങ് ആണ് ഓവറോൾ കാണുന്നത്. ഇതിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടയിൽ ഇങ്ങനെ എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ഈ ഒരു കളക്ഷൻ, ഇതും 3 പീസിൻ്റെ തന്നെ, മീൻസ് അൺസ്റ്റിച്ചഡ് ആകുമ്പോൾ ഓഫ്കോഴ്സ് ഇതിൻ്റെ കൂടെ ദുപ്പട്ട അടക്കം വരുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ് ഒരു 395 തൊട്ടാണ് ഇവിടെ സ്റ്റാർട്ടിങ് അവൈലബിൾ 3 പീസിൻ്റെ കളക്ഷൻ. ഇത് കണ്ടോ, മെറൂണിൽ ആ ഒരു വൈറ്റ് കോമ്പിനേഷൻ, അതിലും ഫുൾ എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ്. ആഹാ എന്താ ലുക്കില്ലേ ഇത്. ഇനി വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. ഇതാണ് ലുക്ക് വരുന്നത്. ഇത് 2 ഷെയ്ഡാണ് കേട്ടോ വരുന്നത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ 2 ഷെയ്ഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇത് ഏതാ മെറ്റീരിയൽ? ഇത് വിചിത്രല്ല, ഇത് വിചിത്ര, ഇത് ചന്ദേരിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ഇതൊന്ന് ഞാൻ ദുപ്പട്ട ഒന്ന് കാണിച്ചു തരാം. എനിക്ക് ദുപ്പട്ട ഭയങ്കര ഇഷ്ടമായി. ദുപ്പട്ട ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് ചന്തേരിയിൽ ഇങ്ങനെ ഫുൾ വീവിങ്ങും അതുപോലെ തന്നെ എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ് തോന്നിയത്. അപ്പോൾ തോന്നിയതല്ല, അത് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഫുൾ ഓവറോൾ. എനിക്ക് ഇത് ദുപ്പട്ട ഇഷ്ടമായി, അതുകൊണ്ടാണ് ഞാൻ വേഗം തുറന്ന് കാണിച്ചത്. വീണ്ടും കോട്ടൺ, അതും പ്രിൻറ്റിൽ സോഫ്റ്റ് കോട്ടൺ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്കി ഓവറോൾ ഇങ്ങനെ ഒരു പ്രിൻറ്റ്. പിന്നെ വരുന്നത് ദുപ്പട്ടൊക്കെ നല്ല നീളമുണ്ടോ എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യാന്നേ. എന്തിനാ പിന്നെ എടുത്തേക്ക് മാറ്റി വയ്ക്കണേ. അത്യാവശ്യം നല്ല വലിപ്പം നീളമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ അൺസ്റ്റിച്ചഡിൻ്റെ നല്ല കളക്ഷൻസ് ഒരുക്കിയിട്ടുണ്ട്. ഒരുക്കിയിട്ട് മീൻസ് ഇവിടെ ഓൾറെഡി ഉണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വന്നേ പറ്റുള്ളൂ. വരാൻ പറ്റാത്തവർക്ക് വീഡിയോ കോൾ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ നാടായതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ്. ഇനിയിപ്പോൾ നമുക്ക് ബോട്ടം വേറെ സെപ്പറേറ്റ് ഉണ്ട്. അതാണെങ്കിൽ ഈ കോണിയിൽ ഇങ്ങനെ നിറച്ച് വെച്ചേക്കാം. ഇവിടെ ഒന്നും സ്ഥലമില്ലാണ്ട് ഇങ്ങനെ കോണിയിൽ ഫുൾ ഇങ്ങനെ ഈ പാൻസ് ഒക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്ര വരും? 175 സ്റ്റാർട്ടിംഗ്. അത് ഇതിപ്പോ 3XL കാണിക്കണേ. ഇപ്പൊ ഇതൊക്കെ ഞാൻ പിടിച്ചിരിക്കുന്നത് എല്ലാ സൈസ് കിട്ടും. XL to 3XL 5XL മുതൽ സൈസ് 5XL വരെ പാൻറ്റോ? അതും കിട്ടൂട്ടാ. അപ്പോൾ ഈ പാൻറ്റിൻ്റെ ഒക്കെ ഡിഫറെൻറ്റ് മെറ്റീരിയലാണ് കേട്ടോ. ഇത് ലൈക്രയിൽ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ പോട്ട്ലി ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇത് നോക്കുകയാണെങ്കിൽ ഇതെന്ത് വർക്കാണ്. നമുക്കിത് എന്തായാലും ഇങ്ങനെ നിവർത്തി കാണിക്കാം അല്ലേ. ഇത് പാൻറ്റ് തന്നെ 2 സൈഡ് എലാസ്റ്റിക് ആയിട്ട് 1 സൈഡ് പോക്കറ്റ് ഉണ്ട്, 2 സൈഡ് പോക്കറ്റ് വരുന്നുണ്ട്. സൈസസ് 5XL സൈസ് വരെ അവൈലബിൾ ആണ്. പിന്നെ ഇത് കോട്ടൺ സ്ട്രേറ്റ് പാൻറ്റ്, അതും കോട്ടൺ. സ്ട്രേറ്റ് പാൻറ്റ് മീൻസ് പലാസോ ടൈപ്പ്, സെമി പലാസോല്ലോ കേട്ടോ. അപ്പോൾ കളേഴ്സ് നോക്കണ്ട, കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇനി ഇതാണെങ്കിലോ, ഇതേതാ മെറ്റീരിയൽ? പട്ടിയാല. ഏതാ മെറ്റീരിയൽ? ബനിയൻ മെറ്റീരിയൽ. ഈ മെറ്റീരിയലിൻ്റെ പേര് ഞാൻ മറന്നൂല പെട്ടെന്ന്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയട്ടോ. മെറ്റീരിയലിൻ്റെ പേര് മറന്നു. ബനിയൻ സ്റ്റഫാണ് വരുന്നത്. അയ്യോ, ഇത് ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വരുന്നില്ല. അതാണ് സംഭവം. ഈ വരണത് അത് നിങ്ങൾ വരുത്തിക്കുക ഇവിടെ കമൻറ്റ് സെക്ഷനിൽ കേട്ടോ. അപ്പോൾ പട്ടിയല്ലേ. ഇതിപ്പോൾ ചെറിയ സൈസാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിൻ്റെ വലിയ സൈസ് അവൈലബിൾ ഉണ്ടല്ലേ? ഓക്കെ. അപ്പം 3-4 സൈസ് പാൻറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കൊണ്ടുപോകാമെന്ന്. ഇനി മുകളിൽ നമുക്ക് പോയാലോ? ദുപ്പട്ടാസ് അവിടെയാണെന്നല്ലേ പറഞ്ഞത്? സെക്കൻഡ് ഫ്ലോറിൽ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം.
വാ വാ ഷോള് കാണിക്കാം നമുക്ക്. ഷോള് വാ, നിന്നെ ഇവളെയും കൂട്ടി പോകുന്നുണ്ട് ഞാൻ. ഇനി ഷോൾ എന്ന് പറയുമ്പോൾ കുറേ ഉണ്ടല്ലോ കാണിക്കാൻ. പക്ഷേ ഇവിടെ കുറേ സംഭവങ്ങൾ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഈ 500-1000 പീസ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഒരേ സെയിം ഡിസൈനിൽ. അപ്പോൾ അതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ഇത് ഒരൊറ്റ ഡിസൈനിൽ നമുക്ക് എത്ര പീസ് വേണമെങ്കിലും എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏത് കളറാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ മതി, എത്ര പീസ് വേണം അതും നിങ്ങൾ ചൂസ് ചെയ്യുക. ഇനി ഈ ഒരു ഫുൾ സെക്ഷൻ മൊത്തം ദുപ്പട്ടാസ്, ഷോൾ ദുപ്പട്ടാസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ ഈ ദുപ്പട്ടാസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യല്ലേ? എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഇവിടെ. ഇത് ഈ ഒരു ഫുൾ ഏരിയ അല്ലേ, മൊത്തം ദുപ്പട്ടാസ് ആണ്. അപ്പോൾ A to Z എല്ലാ വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ബാന്തിനിയുടെ സിൽക്ക് മെറ്റീരിയൽ അല്ലേ? ഓരോന്നോരോന്നും എടുത്ത് അങ്ങോട്ട് വിരിച്ച് കാണിച്ചു കൊടുക്കുക. ദുപ്പട്ടാസിന്റെ ഇനി ഇതിന് പറയാനൊന്നുമില്ല, കാരണം മെറ്റീരിയൽസ് ഏത് മോഡൽ ഏത് ഡിസൈൻസും നിങ്ങൾക്ക് അവൈലബിൾ. അതെ, കിടന്ന് പാറി പറക്കണം ഇങ്ങനെ ദുപ്പട്ടാസ്. ഓരോന്നോരോന്ന് കാണിച്ചാൽ ഏതാ കളേഴ്സ് വേണ്ടതേ? ഇത് ഇങ്ങനെ വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ എന്താ പറയുക, ജോർജറ്റിൽ വേണോ, മൾട്ടി കളേഴ്സിൽ വേണോ? പാകിസ്ഥാനി എടുത്തോ. ഇത് വൺ സൈഡ് ഇങ്ങനെ ഫുൾ വീവിങ് ആണ് കേട്ടോ, ജോർജറ്റിന്റെ മെറ്റീരിയൽ. എനിക്ക് ദുപ്പട്ടാസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി, കാരണം ഒക്കെ വെറൈറ്റി ഡിഫറെന്റ് മോഡൽസ്. ഇത് ഫുൾ വർക്കുകൾ കേട്ടോ, നെറ്റിൽ വരുന്നത്. ലെങ്ത്തും വിഡ്ത്തും ഒക്കെ നല്ലോണം ഉണ്ട്. ലഹരിയയില് ഫുൾ ഫോയിലിന്റെ മിറർ വർക്കാണ് ഓവറോൾ വന്നിരിക്കുന്നത്. ആ ഫാൻ ഇട്ട കാരണം നല്ല ലുക്കായി വിരിഞ്ഞിങ്ങനെ കാണിക്കുന്നുണ്ട്. ജോർജറ്റിൽ ഫുൾ ത്രെഡ് വർക്കിൻ്റെ ഡീറ്റെയിലിങ്, പിന്നെ മഞ്ഞ പച്ച ഏത് മോഡൽ ഏത് കളർ വേണമെന്ന് ചോദിച്ചാൽ എല്ലാം ഉണ്ട് അല്ലേ? ദുപ്പട്ടാസിന്റെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറയണതല്ല, വെച്ചാൽ ഒരു ഫ്ലോർ ദുപ്പട്ടാസ് ഷോളിന് വേണ്ടി മാത്രം ഒരുക്കി വെച്ചേക്കണതാണ്. ഈ പാകിസ്ഥാനി ഇപ്പോഴും പോണ്ട, ഇപ്പോഴും പോണ്ടല്ലേ? ഈ ഓണമല്ല, കഴിഞ്ഞ ഓണത്തിന് ഈ പാകിസ്ഥാനി ഇറങ്ങിയത് ഇപ്പോഴും അത് ട്രെൻഡിലാണ്, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നോർത്ത് സൈഡിലൊക്കെ ആണെങ്കിൽ ഈ ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ ഓ മൈ ഗോഡ് എല്ലാവരുടെയും കയ്യിലുണ്ട്. ഇത് കോട്ടാച്ചക്ക് മെറ്റീരിയൽ കേട്ടോ. അപ്പോൾ മെറ്റീരിയൽ വൈസ് ഞാൻ വീണ്ടും എടുത്ത് പറയണില്ല, നിങ്ങൾക്ക് കളക്ഷൻസ് നിങ്ങളുടെ മുന്നിൽ തന്നെയാണ്. ഇനി ഷോള് മാത്രമായിട്ട് ഇത് എത്ര പീസ് എടുക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്താ നവാസ് ഷോള് മാക്സിമം 10 പീസ് അങ്ങനെയാണ്. അപ്പോൾ അതും ഒന്ന് വിളിച്ചു ചോദിച്ചോ എങ്ങനെയൊക്കെയാണ് വരണത്. ഫുൾ ത്രെഡ് വർക്കിൽ ഓരോന്നോരോന്ന് നിവർത്ത് പെട്ടെന്ന്. കാരണം ദുപ്പട്ടാസ് പറയുമ്പോൾ ഒരുപാട് ദുപ്പട്ടാസിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 100-1000 പീസൊക്കെ വേണമെന്ന് പറയാം. അതുകൊണ്ടിട്ടാക്കി ഇവിടെ നമുക്ക് ദുപ്പട്ടാസ് ഒക്കെ അവൈലബിൾ ആണ്. ഏത് മോഡൽ ഏത് മെറ്റീരിയൽ വേണമെങ്കിലും നമുക്ക് എടുക്കാനുള്ളത്. ഇത് നോക്കിയാൽ ഫുൾ ത്രെഡ് വർക്കിലാണ് കേട്ടോ, നെറ്റിൽ അല്ലേ? നെറ്റിൽ അതും വൈറ്റിൽ ഗോൾഡ് എന്ന് പറയുമ്പോൾ യെസ് കണ്ടോ, ഇങ്ങനെ വർക്ക് വരുന്നത് മൾട്ടി ഷെയ്ഡില്. ആ ഒരു പുതുമര ഒരു മണമില്ലേ തുറക്കുമ്പോ ഇല്ലേ, അടിപൊളി. ഇത് നോക്കിയാ ഫുൾ സ്റ്റോണിലാ ഈ വർക്ക്. ഇങ്ങനെ പൂവില്ല ഉറപ്പാണോ? ഇങ്ങനെ ഇട്ടോ ഒരച്ചോ കയ്യിലൊന്നും ആവില്ല കണ്ട, അതേമാതിരി വർക്കാണ്. ഇനി ബാക്കി നിങ്ങൾ കല്ലിലിട്ട് അലിക്ക് തെറിപ്പിക്കണം എന്ന് വിചാരിച്ച തെറിക്കൂട്ടോ, അത് വേറെ കേസ്. സീക്വൻസ് സമോസ ലേസിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു കളക്ഷൻ. നോർമൽ പ്ലെയിനിൽ വരുന്നത് കേട്ടോ. അപ്പൊ ഇതും ഇതുപോലെ തന്നെ നമുക്ക് അങ്ങനെ എന്താ പറയുക ബൾക്കായിട്ട് അങ്ങനെ എടുക്കണം നിർബന്ധമില്ല. ഇനി വീണ്ടും പറയാം, ഇത് പ്ലെയിൻ ആണെങ്കിൽ ഇതിൽ ഇങ്ങനെ ചെറിയ വർക്കുകളൊക്കെ ആയിട്ട് ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് കണ്ടോ. അപ്പോൾ പ്ലെയിൻ വേണമെങ്കിൽ പ്ലെയിൻ, അതുപോലെ തന്നെ നമുക്ക് ചെറിയ വർക്കുകൾ വേണമെന്ന് പറയുകയാണെങ്കിൽ അതും അവൈലബിൾ ആണ്. ഇത് തന്നെ എന്താ പറയുക, ഈ വർക്ക് ഇങ്ങനെ പോപ്പ് ചെയ്ത് എടുത്ത് നിൽക്കണേന് പോലെ തന്നെ അറിയില്ല, അത് പ്രത്യേകിച്ച് അറിയില്ല, എനിക്കും അറിയില്ല. അറിയണവർ ആരാണ് പ്ലീസ് കമൻറ്റ് സെക്ഷൻ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമൻറ്റ് സെക്ഷൻ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾ അതിൽ പോരട്ടെ. ഇത് ഫുൾ വീവിങ് ആണ് കേട്ടോ. പാകിസ്ഥാനിയുടെ വേറൊരു കളക്ഷൻ. മോളെ ഇത് ഇങ്ങനെ ഒന്ന് വെച്ച് കാണിച്ചു കൊടുക്കുക നീളത്തില്. മോളെ അടുത്തെടുക്ക് വേഗം. ഇതൊരു വേറെ വെറൈറ്റി ടൈം. ഇനി ഇതിൽ തന്നെ നമുക്ക് ലൈൻസ് വേണമെന്ന് വെച്ചാൽ ലൈൻസിൻ്റെ ഒരു ദുപ്പട്ടാസും അവൈലബിളാണ്. ഇതിവിടെ തീരുന്നില്ല കേട്ടോ, നമ്മളെന്തായാലും ഇവിടെ നിർത്തി പോകേണ്ട അവസ്ഥയാണ്. കാരണം ഒരുപാട് ദുപ്പട്ടാസിൻ്റെ വെറൈറ്റീസ് ഇവിടെ കാണിക്കേണ്ടത്. ഇങ്ങനെ ഗ്രീനിലുണ്ട്. ഇത് നോക്കിയേ, ഇത് ലൈനിൽ. ഇതൊക്കെ സിൽക്കി മെറ്റീരിയലാണ് കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സാരിയായിട്ട് ധാവണിയിൽ ഇതായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാമല്ലോ. അതാണ് ഞാൻ പറയുന്നത്. റെഡിമെയ്ഡ് ഒരു ബ്ലൗസും ഒരു പാവട ഇട്ട് ഇതൊരു ധാവണി ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റൈലായിട്ടുണ്ട്. അപ്പോൾ കുറേ ഉണ്ട്. എന്തായാലും ഞാൻ കാണിക്കൽ നിർത്താൻ പോവാണ്. ഇനി ഇതൊക്കെ ഫുൾ കളക്ഷൻസ് അല്ലേ? അപ്പം ഞാൻ ലൊക്കേഷൻ ഒന്നുകൂടി ഇവിടെ പറഞ്ഞ് ഇവിടെ പേര് മറന്നു. ജിതിന ഒന്നുകൂടി നമുക്കൊന്ന് ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം നമുക്ക്.
നമ്മുടെ മേനക ബസ് സ്റ്റോപ്പ് ഇറങ്ങി പോസ്റ്റ് ഓഫ് ലിങ്ക് റോഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അംബിക ടെക്സ്റ്റൈൽസ്. എല്ലാവരും പിന്നെ എല്ലാവരും വരണം, അതൊക്കെ കാര്യം ശരി. ഇനിയിപ്പോൾ ട്രെയിനിൽ വരുന്നവരൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ എറണാകുളത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ബസ് അല്ലാണ്ട് നമുക്ക് ട്രെയിനിൽ വരുമ്പോൾ ഏത് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം? നോർത്തോ സൗത്തിലും രണ്ടിലും ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് ഓട്ടോ പിടിക്കുക, മേനക ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വരാം കേട്ടോ. അത് ചിലപ്പോൾ MG റോഡ് വഴിക്ക് ഇങ്ങനെ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും കൊണ്ടുവരിക, അങ്ങനെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഒന്നുകൂടി എളുപ്പത്തിന് പറയാണ്, പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡിലേക്ക് ഒരു തിരിവുണ്ട്. ആ തിരിവിൻ്റെ ആ മൂലയ്ക്ക് തന്നെയാണ് അംബികാസ് ടെക്സ്റ്റൈൽസ്. ഞങ്ങളൊരു വലിയ സംരംഭമാണ്. 4 ഫ്ലോർ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ 3ാമത്തെ ഫ്ലോറിൽ നിൽക്കണം. ഇനി ഒരു ഫ്ലോറും കൂടി ഉണ്ട്. ഈ ഒരു ഫ്ലോറിൽ മൊത്തം ഗോഡൗൺ ആണെന്ന് വെച്ചാൽ ഇവരുടെ സ്റ്റോക്ക് സംഭവമൊക്കെ വെക്കുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ അതൊന്നും കണ്ടിട്ട് നമുക്കൊരു കാര്യമില്ല. അവിടെ കളക്ഷൻസ് തുറന്ന് നിവർത്തി കാണിക്കാനും പോകണില്ല. ഞാൻ മതി, ഞങ്ങൾക്ക് തന്നെ വയ്യാണ്ടായി. ഇനി പോട്ടെന്നാ. ഇതിൻ്റെ ഷെയ്ഡ് ഇപ്പോഴും പറഞ്ഞില്ല കേട്ടാ. പറ, സ്വകാര്യത്തിൽ പറയാനാ നാണോ? പറ. ഇത് അവർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ നോക്കി അവർ മേടിക്കാമല്ലോ. ഞാൻ ഓർക്കണില്ല, അതാണ് വേറെ വിഷമമൊന്നും വിചാരിക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ ഫോട്ടോ എടുത്തിട്ട് അത് ആമസോണിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, അപ്പോൾ കിട്ടും. അപ്പോൾ പോട്ടെ, ബൈ. ഞാൻ എൻ്റെ മൈക്കൊന്ന് എടുത്തോട്ടെ. അപ്പോൾ നവാജേ, നിങ്ങൾ വാ, ഒരു ചാറ്റ പറയട്ടെ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം നമുക്ക്. ടിൽ ദെൻ ബൈ. ശരി ട്ടാ.